ഓക്കെ അല്ലേ? ഓക്കെ. വൈഫ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പുസ്തകമൊക്കെ ആയിട്ട് വായിച്ചിരിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാനുണ്ടാവും, അതൊക്കെ എഴുതിയിരിക്കും. അവൻ എഴുന്നേൽക്കുന്നവരേ ഉള്ളൂ. കാര്യം എഴുന്നേച്ചിരുന്നാൽ പിന്നെ അതിനുള്ള സമയമൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ എഴുന്നേൽക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ചില ദിവസങ്ങളിൽ നേരത്തെ അവൻ എണീക്കാറുണ്ട്. അവൻ എഴുന്നേറ്റെന്ന് തോന്നുന്നു. അവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. പോയി നോക്കാം. അമ്മേ, പേടിച്ചു പോയല്ലോ ഡാഡി. അവൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഉറക്കം കഴിഞ്ഞോ? ഓക്കെ, എന്നാൽ വാ, നമുക്ക് മമ്മിക്ക് ചോറുണ്ടാക്കാം. കമോൺ. അങ്ങനെ അരി അടുപ്പത്തിടാറായി, വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കുക്കുമോൻ എന്താ ചെയ്യണമെന്ന് നോക്കാം. എന്താ പരിപാടി? അതാണ് പരിപാടി. അതിലൊക്കെ കുത്തി വരയ്ക്കോ? ABCD എഴുതുവാണോ? പല്ല് വെച്ചില്ലെങ്കിൽ അമ്മാമ്മ തരില്ല കേട്ടോ. പല്ല് വയ്ക്കാൻ ഭയങ്കര മടിയാണ്. നിർബന്ധിച്ച് കൊണ്ടുപോയി വേണം ചെയ്യിക്കാൻ. അങ്ങനെ ചോറ് റെഡിയായി. ഇനി ഒരു മുട്ട പൊരിച്ചു കൊടുക്കാം. നിങ്ങൾ ചോറുണ്ടോ? ചായ കുടിച്ചോ? അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് മുട്ട റെഡിയാവുന്നുണ്ട്. ഓ, കരിഞ്ഞു പോയി. തീ ഇത്തിരി കൂടുതലായിപ്പോയി ഗൈസ്. കറി ഇന്നലെ വെച്ച കറി ആയതുകൊണ്ട് ഇന്നലെ രാത്രി വെച്ച് ചൂടാക്കി. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അവന് കഴിക്കാൻ ഇഷ്ടമുള്ള സാധനമാണ് ഈ ജ്യൂസ്. ഹാപ്പി പൊട്ടിച്ചേരാം. അവന് കഴിക്കാൻ നേരം ഇതുപോലെ ജസ്റ്റ് TV വെച്ച് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവൻ എല്ലാം കഴിച്ചോളും വേഗം. ഞാനും കഴിക്കാൻ പോവാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ വൈകുന്നേരമായി. ഇപ്പോൾ നല്ല ചൂടാണ്. അത് കാരണം വൈകുന്നേരമാണ് കുളിയൊക്കെ. അപ്പോൾ ചൂടൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ കുക്കുമ്പം കുളിക്കാൻ പോകും. കുക്കുമ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ വൈഫിനെ വിളിക്കാൻ വേണ്ടി പോവാം. അതിന് റെഡിയാകുന്നു. അല്ലേ കുക്കുമോന്? മമ്മിയെ വിളിക്കാൻ പോവാന്ന് ഇവിടെ. മമ്മി വിട്ടാ പോവാനേ. മമ്മി വിട്ടാ പോവാന് കുറച്ച് സമയമുണ്ട്. ആ സമയത്ത് റൂമിലെ പൊടിയെല്ലാം പിടിക്കാനുണ്ട്. 2 ദിവസം കൂടുമ്പോൾ പൊടിയൊക്കെ പിടിക്കും. അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്ക് പോകാം. ഞങ്ങൾ വൈഫിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. റെഡിയായി. കുക്കുമാർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. കണ്ടില്ലേ, ഇവിടെ എല്ലാ വീടുകളുടെ മുമ്പിൽ ഇതുപോലെ വേസ്റ്റ് കളയാനുള്ളൊരു സംവിധാനമുണ്ട്.
അത് ആ ബോക്സിൽ നിന്ന് ഇതുപോലെ രാവിലെയും വൈകുന്നേരം ഞാൻ പറഞ്ഞാലും വണ്ടി വരും, വണ്ടി വന്നെടുത്തിട്ട് ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെയുള്ള സംവിധാനം വരണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് സാധാരണക്കാർക്ക് ഒത്തിരി പേർക്ക് സ്ഥലം കുറവുള്ളവർക്കൊക്കെ വേസ്റ്റ് കളയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇതുപോലൊരു സൗകര്യമൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒത്തിരി ഉപകാരമായിരിക്കും. അത് ഞങ്ങൾക്കും അതുപോലെ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. കാര്യം വേസ്റ്റ് കളയാൻ നമുക്ക് സ്ഥലപരിമിതി മൂലം നമുക്കിങ്ങനെ കളയാനുള്ള സംവിധാനമില്ല. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൂര്യൻ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ 7 മണിയാണ് സമയം. കുക്കുമോന് നടക്കാൻ ഇഷ്ടമാണോ? ഇപ്പോൾ ഈ ഒരു സമയത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കാറ്റുമൊക്കെ കൊണ്ട് നടക്കാം. ഈ ചൂടായത് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ പുഴുങ്ങുകയാണ്. എപ്പോഴും AC വേണം. ഇതാകുമ്പോൾ പിന്നെ ഈ ഒരു കാറ്റൊക്കെ കൊണ്ടുപോകാൻ നല്ലൊരു വൈബ് തന്നെ. അവൻ നടക്കാനൊരു മടി, അത് കാരണം എടുത്തുകൊണ്ട് പോവാം. അവൻ്റെ മമ്മി ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പകുതി വഴി ആയിരുന്നു പറഞ്ഞു. അപ്പോൾ മമ്മി എടുത്ത് ഞങ്ങളവിടെ വീടിൻ്റെ താഴെ തന്നെയാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് കാണുമായിരിക്കും. നമുക്ക് മമ്മി നോക്കണ്ട. ഒത്തിരി ഇവിടെ നോക്കടാ. മമ്മിയൊക്കെ ഉണ്ട് ആവേശത്തിൽ ഓടി വന്ന് കുക്കുമോൻ അവിടെ ഒന്ന് വീണായിരുന്നു ഗൈസ്. അതിൻ്റെ ഭാഗമായുള്ളൊരു കരച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ആ വീടിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. കുക്കുമോൻ ഒന്ന് വീണതിൻ്റെ ക്ഷീണത്തിലാണ്, അത് കാരണം മൂഡ് ഓഫ് ആയി. കുക്കുടു, കുക്കുരു ദേഷ്യത്തിലാണ്. കുക്കുമോനോടെ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നറാണിത്. കുക്കുമോന് ബ്രോസ്റ്റ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു ബ്രോസ്റ്റ് വാങ്ങി കഴിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇവിടെ സമയം 2:30 കഴിഞ്ഞു. ഇതാക്കണ്ടില്ലേ, ഇവിടെ ഉറക്കമായിട്ടില്ല. ഞങ്ങളിന്ന് വൈഫിൻ്റെ കൂട്ടുകാരി നാളെ നാട്ടിൽ പോകണം. അപ്പോൾ ആളുടെ പെട്ടികെട്ടലിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. കുറച്ച് മുമ്പ് ഒന്ന് കയറിയുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. വൈഫ് ഇപ്പോഴേ പൊതിച്ച് മൂടി കിടക്കുക. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഒരു ദിവസം. വീണ്ടും അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.